ഞാനിപ്പോഴുള്ളത് മേൽപ്പാലത്തിലാണ്. അതായത് 1 മുതൽ 16 വരെയുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം. ഈ മേൽപ്പാലത്തിലൂടെയായിരുന്നു നിരവധി ആളുകൾ ഇറങ്ങി ഓടി വന്ന് വലിയ ദുരന്തത്തിൽ അകപ്പെട്ടത്. ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ വന്ന് അതിലെ ആൾക്കാർ കയറി വരുന്ന ദൃശ്യങ്ങളാണ്. ആ തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഊഹിച്ചു നോക്കൂ, 3 ട്രെയിനുകളിൽ കയറേണ്ട ആളുകൾ, 3 പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ടായിരുന്ന ആൾക്കാർ ഒരൊറ്റ ഇടത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടാവുമെന്ന്. ആ അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നമുക്ക് താഴേക്ക് പോകാം. അപകടം നടന്ന 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാം. ഇന്നലെ പ്രയാഗ്രാജിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആളുകൾ 12-ാമത്തെയും 13-ാമത്തെയും 14-ാമത്തെയും 15-ാമത്തെയും പ്ലാറ്റ്ഫോമുകളിൽ 5 പ്ലാറ്റ്ഫോമുകളിലായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. അതിൽ തന്നെ 2 ട്രെയിനുകൾ, ഈ 2 ട്രെയിനുകൾ എന്ന് പറയുന്നത് ബീഹാറിലേക്കും ഒഡീഷയിലേക്കും പോകുന്ന ട്രെയിനുകളാണ്. പക്ഷെ അത് രണ്ടും പ്രയാഗ്രാജ് വഴി പോകുന്ന ട്രെയിനുകളായിരുന്നു. ആ ട്രെയിനുകളിൽ കയറാനായിട്ട് നിരവധി ആളുകൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും 1 മണിക്കൂറിലധികം സമയം വൈകിയാണ് ഈ ട്രെയിനുകൾ ഓടിക്കൊണ്ടിരുന്നത്. സമയം രാത്രി ഏകദേശം 10 മണിയാകുന്നു. മറ്റൊരു ട്രെയിൻ കൂടി, പ്രയാഗ്രാജ് എക്സ്പ്രസ് എന്ന് പറയുന്ന പ്രയാഗ്രാജിലേക്ക്, കുംഭമേളയ്ക്ക് പോകുന്ന തീർത്ഥാടകരെ കൊണ്ടുപോകാൻ പ്രത്യേകമായിട്ടൊരു ട്രെയിൻ അത് പ്രഖ്യാപിക്കുന്നു, അനൗൺസ് ചെയ്യുന്നു. അത് ആദ്യം പറയുന്നു 16-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്നുള്ളത്. പിന്നീട് ഞൊടിയിട കൊണ്ട് 1 മിനിറ്റ് വ്യത്യാസം കൊണ്ട് ഈ 16-ാമത്തെ പ്ലാറ്റ്ഫോം എന്നുള്ളത് മാറ്റി 14 എന്നുള്ള ഒരു അനൗൺസ്മെന്റ് കൂടി വരുന്നു. നേരത്തെ മറ്റ് 2 ട്രെയിനുകളിൽ കയറാൻ കാത്തുനിന്നവർ, ഈ പ്രയാഗ്രാജിലേക്ക് പോകാനും ബീഹാറിലേക്ക് പോകാനും കാത്തുനിന്നവരും ഈ പുതിയ ട്രെയിനിലേക്ക് പോകാൻ നിന്നവരും എല്ലാവരും 14-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്, നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കൂടി വരികയായിരുന്നു. മാത്രമല്ല, ഇന്നലെ 8 മണിക്ക് ശേഷം ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വിറ്റുപോയത് 1500 ജനറൽ ടിക്കറ്റുകളാണ്. സ്ലീപ്പർ ടിക്കറ്റുകൾക്കും റിസർവേഷൻ ടിക്കറ്റുകൾക്കും പുറമെയാണ് ഈ 1500 ജനറൽ ടിക്കറ്റുകൾ വിറ്റുപോയത്. അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം തിരക്കായിരുന്നു ഈ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 14-ാമത്തെയും 15-ാമത്തെയും 16-ാമത്തെയും 12, 13 പ്ലാറ്റ്ഫോമുകളിലും ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം. ടിക്കറ്റുകൾ വിറ്റുപോയി എന്നറിയാം. നമുക്കറിയാം സേഫ്റ്റി മെഷേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇത്തരം സ്റ്റാമ്പേഡുകൾ നേരത്തെ രാജ്യത്ത് പലയിടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. കുംഭമേളയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് ജാഗ്രതകൾ എടുക്കുമ്പോൾ കൃത്യമായ ഡേറ്റാസ് റെയിൽവേയുടെ പക്കലുണ്ട്. അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ഒരുക്കാമായിരുന്നു. അവിടെ വീഴ്ച പറ്റി. പ്രത്യേകിച്ച് ഈ സുരക്ഷാ സംവിധാനങ്ങൾ അലർട്ടായിരുന്നില്ലേ? എന്താണ് ഈ മിസ്ഇൻഫർമേഷൻസ്? അവിടെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരുന്നു, അങ്ങനെ ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായും അങ്ങോട്ട് ഓടും. മറ്റൊരിടത്തു നിന്ന് വീണ്ടും അവിടെ കൺഫേം അല്ല, അവിടെ നിന്ന് വീണ്ടും അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ആൾ പോകുന്നു. അപ്പോൾ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു അല്ലേ? തീർച്ചയായിട്ടും പാളിച്ചകളുടെ ഒരു തുടർച്ച തന്നെയായിരുന്നു ഇവിടെ ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. റെയിൽവേ പോലീസ് പോലും കൃത്യമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ വലിയ അപകടത്തിലേക്ക്, വളരെ വലിയ ദുരന്തത്തിലേക്ക്, 18 പേരുടെ ജീവൻ എടുക്കുന്ന ദുരന്തത്തിലേക്കും 50 പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന നിലയിലേക്കും എത്തപ്പെട്ടു എന്നുള്ള കാര്യമാണ്. നമുക്ക്